ഇറാനി ചായയുടെയും ബൺ മസ്കയുടെയും കോമ്പിനേഷൻ ഒന്ന് വേറെ ലെവൽ. ഒരിക്കലെങ്കിലും ഇത് കഴിച്ചില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഒറിജിനൽ ഇറാനി ചായയുമായാലോ? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇറാനിൽ നിന്നും വന്നവർ ബൺ മസ്കയുടെയും ഇറാനി ചായയുടെയും ഉറവിടമായ ഇറാനിയൻ കഫേകൾ ആരംഭിച്ചു. ആൾക്കൂട്ടം കൂടുതലുള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഇറാനിയൻ കഫേകൾ ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് വാങ്ങിക്കഴിക്കാൻ തക്ക വിലക്കുറവായതിനാൽ അന്നും ഇത് ട്രെൻഡിങ് ആയിരുന്നു. അത് മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത്, ഹൈദരാബാദ് വഴി ഇത് ഇന്ന് ഇവിടെയും ട്രെൻഡിങ് ആയി മക്കളെ. ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം, അതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, അല്പം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ തേയില. ഇത് ഫോയിൽ പേപ്പർ കൊണ്ട് ഒട്ടും ആവി പുറത്തു പോകാതെ ദം ചെയ്യുക. 20 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇത് തിളപ്പിക്കുക. ഈ സമയം ഒരു പാത്രത്തിൽ പൂർണ്ണമായും തണുപ്പ് മാറ്റിയ 100 ഗ്രാം ബട്ടർ, 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നല്ലതുപോലെ ഫ്ലഫിയായി മിക്സ് ചെയ്യുക. ടോട്ടൽ 4 ബൺ എടുത്തിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായി ചൂടാക്കി നമ്മുടെ ബട്ടർ ക്രീം ഫില്ല് ചെയ്ത് വെക്കുക. ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പാലൊഴിക്കുക. ഇത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ലോ ഫ്ലെയിമിൽ 1.5 ഗ്ലാസ് ആക്കി കുറുക്കിയെടുക്കുക. 2 ഗ്ലാസ്സിലേക്ക് 1/4 ഗ്ലാസ് ദം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ടീ ഒഴിക്കുക. ഇതിലേക്ക് കാച്ചി കുറുക്കിയ പാലൊന്ന് പൊക്കി ഒഴിക്കുക. അന്നേരം ഇതങ്ങ് പതഞ്ഞു വരും. അതിലേക്ക് നമ്മുടെ ബൺ 2ആയിട്ട് മുറിച്ച് മുക്കി അങ്ങ് കഴിക്കുക.